നമ്മളിന്ന് പോകുന്നത് മാംഗോ മെഡോസിലേക്കാണ്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ആയങ്കുടി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവധി ദിവസങ്ങളിൽ 400 രൂപയും അല്ലാത്ത ദിവസങ്ങളിൽ 350 രൂപയുമാണ് ടിക്കറ്റിന്റെ നിരക്ക്. ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മളെ നമ്മളുടെ ഗൈഡ് എല്ലാ സ്ഥലവും ചുറ്റിക്കറങ്ങി കാണിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് 1 രൂപ നാണയത്തിന്റെ അവശേഷിക്കുന്ന ഭാഗം കൊണ്ടുണ്ടാക്കിയ ഒരു പാലമാണ്. ഈ പാലത്തിലൂടെ നടന്ന് അതിന്റെ മധ്യഭാഗത്ത് എത്തുമ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലൂടെയാണ് നമ്മൾ പെഡൽ ബോട്ടിംഗ് നടത്തുന്നത്. അതിന് പ്രത്യേക ചാർജ് ഈടാക്കുന്നില്ല. നമ്മളുടെ ടിക്കറ്റിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ഈ വെള്ളത്തിൽ ധാരാളം മീനുകളുണ്ട്. അതിന് തീറ്റ കൊടുക്കാനുള്ള അവസരവുമുണ്ട്. ഈ പാലത്തിന്റെ ഏറ്റവും മുകളിൽ കയറിയാൽ നമുക്ക് പെഡൽ ബോട്ട് ചെയ്യാനുള്ള തടാകം മുഴുവൻ കാണാൻ കഴിയും. ഞാനും കുഞ്ഞുവും കുറച്ചു നേരം അവിടെ നിന്നു. പെഡൽ ബോട്ട്, കുട്ടവഞ്ചി, പാർക്ക്, ഷൂട്ടിംഗ്, അമ്പെയ്ത്ത് എന്നിവയുടെ ചാർജ് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഷിക്കാര ബോട്ട്, പാർക്ക് മുഴുവൻ ചുറ്റിക്കാണാനുള്ള ഈ ബസ്, ട്രെയിൻ, ഓട്ടോറിക്ഷ എന്നിവയ്ക്ക് പ്രത്യേകം ചാർജ് ഈടാക്കുന്നതാണ്. ഇവിടെ പലതരത്തിലുള്ള സൈക്കിളുകളുണ്ട്. 100 രൂപ നൽകി സൈക്കിൾ എടുത്തതിനു ശേഷം അരമണിക്കൂർ മുമ്പ് സൈക്കിൾ തിരികെ നൽകിയാൽ 100 രൂപ നമുക്ക് തിരികെ ലഭിക്കും. 1 മണിക്കൂറത്തെ ഗൈഡിങ്ങിന് ശേഷം നമുക്ക് ആക്ടിവിറ്റികളിലേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുട്ടികളുടെ പാർക്കാണ്. ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഷൂട്ടിങ്ങിനും അമ്പെയ്ത്തിനും വേണ്ടി പോയി. ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ബലൂൺ പൊട്ടുകയും കുഞ്ഞു അമ്പ് വിട്ടപ്പോൾ സെന്ററിൽ കൊള്ളുകയും ചെയ്തു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഇവിടെ പഴയകാല ഓർമ്മകൾ പുതുക്കുന്ന പല സാധനങ്ങളും പ്രതിമകളും നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ പാർക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമില്ലാത്ത പലതരത്തിലുള്ള വൃക്ഷങ്ങളും ചെടികളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അവിടെയെല്ലാം ചുറ്റിക്കറങ്ങിയ ശേഷം ഞങ്ങൾ പെഡൽ ബോട്ടിലേക്ക് കയറി. ആദ്യം ചവിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നെങ്കിലും പിന്നെ ആ യാത്ര ഞങ്ങൾക്ക് വളരെ രസകരമായി തോന്നി. പെഡൽ ബോട്ട് സവാരിക്ക് ശേഷം ഞങ്ങൾ കുട്ടവഞ്ചിയിലേക്ക് കയറി. ആദ്യം എനിക്ക് കുഞ്ഞുവിന് വളരെ പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾക്കത് വളരെ രസകരമായി തോന്നി. ഇവിടെ ഏറ്റവും മനോഹരമായി തോന്നിയത് ഒരു ശിവപ്രതിമയാണ്. തടാകത്തിന് നടുക്കാണ് ഈ ശിവപ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രതിമയുടെ അടുത്തേക്ക് പോകുന്നതിനായി കല്ലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 1 അടി മാത്രമാണ് ഈ തടാകത്തിന്റെ ആഴം. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ പ്രതിമയുടെ അടുത്തേക്ക് പോകാം. തടാകത്തിൽ ധാരാളം മീനുകളുമുണ്ട്. ശ്രീനാരായണ ഗുരുവിനെയും കല്ലേൽ പൊക്കുടനെയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കൃതിയെയും ഓർമ്മിപ്പിക്കുന്ന ചില പ്രതിമകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളുകളാണ്. ഇവിടെ പബ്ലിക് പൂളും പെയ്ഡ് പൂളുമുണ്ട്. പെയ്ഡ് പൂളിൽ ഒരാൾക്ക് 100 രൂപയും പബ്ലിക് പൂളിലെ റേറ്റ് നമ്മളുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡുമാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.